ഹാർവസ്റ്റ് ടി വി ഒരുക്കുന്ന പ്രവാസി സംഗീതം എന്ന പ്രോഗ്രാം തൻ്റെ ജൈത്രയാത്ര വിജയകരമായി തുടരുകയാണ്. ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ അതിഥിയായി പങ്കെടുത്ത് തൻ്റെ സംഗീതത്തിലെ അനുഭവങ്ങൾ പങ്കിടുന്നത് പ്രിയപ്പെട്ട ലിജു സാമുവലാണ്. പ്രിയപ്പെട്ട ലിജു സാമുവൽ സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ലിജു സാർ ഈ കുവൈറ്റിലെത്തിയിട്ട് എത്ര കാലമായി? ഞാൻ ഈ കുവൈറ്റിലെത്തിയിട്ട് 20 വർഷം കംപ്ലീറ്റ് ആയി. 20 വർഷം. അപ്പോൾ പ്രവാസി ജീവിതം കുവൈറ്റിലേക്ക് മാത്രമായിരുന്നു അതോ വേറെ എവിടെയെങ്കിലും? അതെ, കുവൈറ്റിലേക്ക് മാത്രമായിരുന്നു. നാട് വിട്ട് നേരെ കുവൈറ്റിലേക്ക് വന്ന കാലം തൊട്ട് ഒരു കമ്പനി തന്നെയാണോ അതോ? അല്ലല്ല, ഞാനൊരു കമ്പനിയിലായിരുന്നു ആദ്യം ജോലി ചെയ്തത്. ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലായിരുന്നു. അവിടുന്ന് ഇപ്പോൾ ഞാൻ MOയിൽ ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ. സാറിൻ്റെ സ്വന്തം നാട്? എൻ്റെ നാട് തിരുവല്ലയിൽ നിന്ന് ഒരു 8 കിലോമീറ്റർ പോയാൽ തലവടി എന്നൊരു മനോഹരമായൊരു ഗ്രാമത്തിലാണ് എൻ്റെ. നല്ല ഗ്രാമം, വളരെ മനോഹരമായൊരു ഗ്രാമം, ദേശം. നല്ല ഗ്രാമമാണ്. എനിക്കും അറിയാം സ്ഥലത്തെ പറ്റി. അതെ. സാറിൻ്റെ കുടുംബം? എൻ്റെ വൈഫ് ബിൻസു ഇവിടെ കുവൈറ്റ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. 2 ആൺമക്കൾ. മൂത്ത ആൾ അലൻ +1 ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ ആൾ ഏബൽ 7th പഠിക്കുന്നു. സാർ താമസിക്കുന്ന കുവൈറ്റിൽ ഏത് സ്ഥലത്താണ്? ഞാൻ താമസിക്കുന്നത് മംഗോഫ്. ജോലി ചെയ്യുന്ന സ്ഥലവുമായിട്ട് അടുത്താണ്? 15 മിനിറ്റത്തെ യാത്രയുള്ളൂ. അപ്പോൾ വൈഫ് ജോലി ചെയ്യുന്നത് ഹവല്ലിയിലാണ്. ഓക്കെ. എന്നാലും അരമണിക്കൂറോളം കാലം. മക്കൾ പഠിക്കുന്നത് ഒരാൾ ന്യൂ ഇന്ത്യൻ സ്കൂളിൽ, ഒരാൾ ഇന്ത്യൻ ഇൻ്റർനാഷണൽ സ്കൂളിൽ. എവിടെ സാർ? രണ്ടും മംഗോഫിൽ തന്നെയാണ്. മംഗോഫിൽ എല്ലാ സൗകര്യങ്ങളും ഏരിയയാണ്. അതെ. പൊതുവെ മലയാളികൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലമാണ്. മലയാളികൾ കൂടുതൽ താമസിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് അല്ലേ? അതെ. സാറ് നാട്ടിലെ കുടുംബം, സാറിൻ്റെ മാതാപിതാക്കളുടെ പിതാവ് മരിച്ചുപോയി. പിതാവ് ഒരു പ്രവാസിയായിരുന്നു. സൗദിയിൽ ഒരു 20 വർഷം ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ട് നാട്ടിൽ വന്നു, മരിച്ചുപോയി. എൻ്റെ മാതാവ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. എൻ്റെ മാതാവിൻ്റെ ഒരു പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഞാൻ ഈ രാജ്യത്ത് കടന്നു വന്നത്. എൻ്റെ മാതാവ് വളരെ ഒരു പ്രാർത്ഥിക്കുന്ന ഒരു മാതാവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി. അല്ല, ഒരുപക്ഷെ നമ്മളൊക്കെ അനുഭവിക്കുന്ന സകല നന്മകളും അതെ. സാറിൻ്റെ വീട്ടിൽ സാറിന് സഹോദരങ്ങൾ ആരൊക്കെയാണ്? എനിക്ക് ഒരു സഹോദരനും ഒരു സഹോദരിയും. സഹോദരന് ഒമാനിൽ വർക്ക് ചെയ്യുന്നു, സഹോദരി നാട്ടിലാണ്. അവർ രണ്ടുപേരും സാറിനേക്കാൾ ഇളയതാണ്. സാറാണോ വീട്ടിൽ? ഞാനാണ് മൂത്തത്. അതെ. മാതാപിതാക്കളുടെ കണ്ണുനീരും പ്രാർത്ഥനയാണ്. അതെ, തീർച്ചയായിട്ടും. നമ്മുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ് ഈ രാജ്യത്ത് കടന്നു വന്ന് ദൈവം ഈ രാജ്യത്ത് എല്ലാ നന്മകളും തന്നു. താങ്ക് ഗോഡ്. സാറ് പഠിച്ച മേഖലയിൽ തന്നെയാണോ ജോലി ചെയ്യുന്നതും? അതെ. ഞാൻ പഠിച്ചതാണ്. ഞാൻ ടെക്നീഷ്യനായിട്ടാണ് പഠിച്ചത്. ഒരു വെൽഡറാണ് ഞാൻ. എനിക്ക് അത് പ്രകാരമുള്ള ജോലിയാണ് MOയിൽ കിട്ടിയിരിക്കുന്നത്. അത് ഒരു നല്ല സ്ഥാനം, നല്ല കമ്പനി അല്ലേ MOയിൽ അല്ലേ? അതെ. ഒരു വലിയ പദവി തന്നെ. അതെ, തീർച്ചയായിട്ടും. ഒരു പക്ഷേ സാറിനെ പോലെ ഇങ്ങനെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒത്തിരി പേര് ഇങ്ങനെ ഒരു ജോലി കിട്ടാൻ തീർച്ചയായിട്ടും ദൈവം നടത്തിയ ദൈവം തന്ന ദാനമാണ് നമ്മുടെ ജീവിതം തന്നെ. അതെ. അപ്പോൾ സാർ ഏത് സഭയിലാണ് ഇവിടെ കൂടുതൽ? ഞാനിവിടെ ക്രിസ്ത്യൻ ഫെലോഷിപ്പ്, ഞങ്ങളുടെ പാസ്റ്റർ ബിജു ജോയ് പാസ്റ്റർ. എനിക്ക് തോന്നുന്നു ഞാനും പണ്ട് ഇവിടെ. അതെ. സാറ് ഞങ്ങളെ പാട്ട് പഠിപ്പിക്കാൻ വേണ്ടി കടന്നു വന്നു. ബിജു പാസ്റ്റർ. ഞാൻ പാസ്റ്റർ ഇപ്പോഴും അബ്ബാസിയുടെ പ്രദേശം. അത് തന്നെ. സഭ പക്ഷേ കേന്ദ്രം അങ്ങോട്ട് മാറി. സഭ ഞങ്ങളുടെ അഹമ്മദി സെന്റ് പോൾസിലാണ്. ഓക്കെ. വളരെ സാർ അവിടുത്തെ സംഗീത രംഗവുമായിട്ട് ഞാൻ അവിടെ വർഷിപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ കുവൈറ്റിലെ പല സഭകളിലും ഞാൻ പോയി ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. അവിടെ പോയി വർഷിപ്പ് ചെയ്യുന്നുണ്ട്. എനിക്ക് ലഭിക്കുന്ന അവസരങ്ങളൊക്കെ തീർച്ചയായിട്ടും ലഭിക്കുന്ന അവസരങ്ങളൊക്കെ ക്രിസ്തുവിന് വേണ്ടി പാടുവാനും ആരാധിക്കുവാനും ദൈവം ജീവിതത്തിൽ നല്ല അവസരങ്ങളെ ദൈവം നൽകി തന്നു. സാർ ഒരു നല്ല പാട്ടുകാരനാണെന്ന് ഞാനും അനുഭവിച്ചറിഞ്ഞതാണ്. ഒരിക്കലും നമ്മൾ അതിനെപ്പറ്റി സാറിൻ്റെ പാട്ടിൻ്റെ താല്പര്യത്തെ പറ്റി സംസാരിക്കും. അപ്പോൾ പിന്നെ ഒരു പാട്ട് പ്രേക്ഷകർക്ക് വേണ്ടി അങ്ങോട്ട് പാടിയാലോ? തീർച്ചയായിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സാറിൻ്റെ ഒരു പാട്ട് കേട്ടിട്ട് മടങ്ങി വരാം. ഏത് പാട്ടാണ് സാർ? എന്തു വന്നാലും മാറാത്തവൻ എന്ന് പറഞ്ഞൊരു സോങ്ങാണ് ഞാൻ പാടാൻ പോകുന്നത്. അത് ഒരു അനുഗ്രഹിക്കപ്പെട്ട ദേവദാസൻ എഴുതിയ പാട്ടാണ്. കാലേബ് ജി ജോർജ് എന്ന് പറഞ്ഞ ദേവദാസൻ എഴുതിയ പാട്ടാണ്. ആ പാട്ടിനെ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഓരോ വരികൾ നോക്കുവാണെങ്കിൽ
നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഉള്ള വരികളാണ്. എന്ത് വന്നാലും മാറാത്ത ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. തീർച്ചയായിട്ടും നമുക്കെന്നാൽ പിന്നെ ആ പാട്ട് കേട്ടിട്ട് മടങ്ങി വരാം. വന്നാലും മാറാത്തവൻ എൻ കൂടെയിരിക്കുന്നോ, എന്തു വന്നാലും മാറാത്തവൻ എൻ കൂടെ നടക്കുന്നോ, എന്തു വന്നാലും മാറാത്തവൻ എൻ കൂടെയിരിക്കുന്നോ, എന്തു വന്നാലും മാറാത്തവൻ എൻ കൂടെ നടക്കുന്നോ. തൻ്റെ ദയ എന്നെ വിട്ട് ഒരു നാളും മാറിടുമോ, തൻ്റെ കൃപ എന്നെ വിട്ട് ഒരു നാളും നീങ്ങിടുമോ, ഒരു നാളും മാറില്ല, ഒരു നാളും നീങ്ങില്ല, ഒരു നാളും മാറില്ല, ഒരു നാളും നീങ്ങില്ല. പാപത്തെ വെറുത്തു പാപിയെ സ്നേഹിപ്പാൻ സ്വർഗം വെടിഞ്ഞ് ദൈവപുത്രൻ ചങ്കു പിളർന്നെന്നെ മകനാക്കി മാറ്റാൻ ചങ്കിലെ ചോരയെ നീക്കു തന്ന, പാപത്തെ വെറുത്തു പാപിയെ സ്നേഹിപ്പാൻ സ്വർഗം വെടിഞ്ഞ് ദൈവപുത്രൻ ചങ്കു പിളർന്നെന്നെ മകനാക്കി മാറ്റാൻ ചങ്കിലെ ചോരയെ നീക്കു തന്ന ആ മാർവിൽ ചാരിടട്ടെ നിൻ ശബ്ദം കേട്ടിടുവാൻ, ആ നേരം ആ കൈകൾ കൊണ്ടെന്നെ ചേർത്തിടണേ, ആ മാർവിൽ ചാരിടട്ടെ നിൻ ശബ്ദം കേട്ടിടുവാൻ, ആ നേരം ആ കൈകൾ കൊണ്ടെന്നെ ചേർത്തിടണേ.
എന്തെന്തു ഭാരങ്ങൾ ജീവിതേ വന്നാലും സാരമില്ലെന്നവൻ കാതിൽ ചൊല്ലി. ആശകൾ വെച്ചോരു കൊമ്പുകളോരോന്നും ജീവിത സാഗരെ മാറിടുമ്പോ, എന്തെന്തു ഭാരങ്ങൾ ജീവിതേ വന്നാലും സാരമില്ലെന്നവൻ കാതിൽ ചൊല്ലി. ആശകൾ വെച്ചോരു കൊമ്പുകളോരോന്നും ജീവിത സാഗരെ മാറിടുമ്പോ, കലങ്ങേണ്ട പതറേണ്ട, ഞാൻ നിന്റെ ദൈവമല്ലേ. സാരമില്ല ഈ ക്ലേശം തീരുന്ന ആഗതമാ. കലങ്ങേണ്ട പതറേണ്ട, ഞാൻ നിന്റെ ദൈവമല്ലയോ. സാരമില്ല ഈ ക്ലേശം തീരുന്ന ആഗതമാ. എന്തു വന്നാലും മാറാത്തവൻ എൻ കൂടെയിരിക്കുന്നോ. എന്തു വന്നാലും മാറാത്തവൻ എൻ കൂടെ നടക്കുന്നോ. തൻ്റെ ദയ എന്നെ വിട്ട് ഒരു നാളും മാറിടുമോ. തൻ്റെ കൃപ എന്നെ വിട്ട് ഒരു നാളും നീങ്ങിടുമോ. ഒരു നാളും മാറില്ല, ഒരു നാളും നീങ്ങില്ല, ഒരു നാളും മാറില്ല, ഒരു നാളും നീങ്ങില്ല, ഒരു നാളും മാറില്ല, ഒരു നാളും നീങ്ങില്ല. ലിജു സാറേ, വളരെ സന്തോഷമായിരുന്നു പാട്ട് കേട്ടത്. അല്ലേ, വളരെ അർത്ഥവത്തായ പാട്ടല്ലേ. ഈ സാറിൻ്റെ ജീവിതമായിട്ട് ഈ പാട്ടിനെ കണക്ട് ചെയ്യുന്നുണ്ട്. വളരെ അർത്ഥവത്തായ ഒരു പാട്ടാണിത്. ഇതെൻ്റെ ജീവിതത്തിൻ്റെ പ്രിയ ദേവദാസനെ എഴുതിയെങ്കിലും ഇതെൻ്റെ ജീവിതത്തോട് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു പാട്ടാണ്. എന്തു വന്നാലും മാറാത്ത ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. പലരും മാറിപ്പോവും, എന്നാൽ എന്ത് പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും മാറാത്ത ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. അങ്ങനെ ഒരു പ്രത്യേക അനുഭവം സാറിന് പറയാനുണ്ടോ? തീർച്ചയായിട്ടും. പല പ്രതിസന്ധികളിലും എൻ്റെ വൈഫിൻ്റെ ജോലി നഷ്ടപ്പെട്ടപ്പോഴും ഞങ്ങൾ മാനുഷികമായ എല്ലാ സാഹചര്യങ്ങളും അടഞ്ഞു പോയപ്പോൾ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പലരും കൈവിട്ടപ്പോഴും എന്തു വന്നാലും മാറാത്ത ഒരു ദൈവം ഞങ്ങളുടെ കൂടെ ഇരുന്നു. തിരിച്ച് വീണ്ടും ആ ജോലിയിൽ പ്രവേശിക്കാനിടയായി. അത് ദൈവത്തിൻ്റെ വലിയൊരു അത്ഭുതം തന്നെയാണ്. അതെ, നമ്മൾ അനുഭവിക്കുന്നത് ദൈവത്തിന്റെ കരുണയാണ്. പക്ഷെ നമ്മുടെ പ്രവൃത്തിക്കൊത്തവണ്ണമല്ല. തീർച്ചയായിട്ടും നമ്മുടെ പ്രവൃത്തിയോ നമ്മുടെ വിശ്വാസത്തിനോ തക്കവണ്ണമല്ല. നമ്മളൊക്കെ ഇനി ആയിരിക്കുന്നത് ദൈവം തമ്പുരാന്റെ കരുണ. ചുറ്റും നടക്കുന്ന ആപത്തനർത്ഥങ്ങളൊന്നും, പ്രത്യേകിച്ച് സാറ് ജോലി ചെയ്യുന്ന ഏരിയ ഒരു വെല്ലുവിളി നേരിടുന്ന ഒരു ഏരിയ ഈ ഒരു സാഹചര്യത്തിൽ. എന്നാൽ ആ പ്രതിസന്ധികളിലൊക്കെ ദൈവം തമ്പുരാൻ കരുണയോടെ കൃഷ്ണമണി പോലെ കാക്കുന്നു. അതൊരു വലിയ കൃപയാണ്. ആ കൃപയെ പറ്റി പാടാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ സാറ് പ്രയോജനപ്പെടുത്തി സഭയോട് ചേർന്ന് എന്തെല്ലാമാണ് സാറിൻ്റെ ഒരു ആക്ടിവിറ്റി? ഞങ്ങളുടെ സഭയിൽ ഞങ്ങൾക്ക് ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ആരാധനയുണ്ട്. അവിടെ ഞാൻ രണ്ടും ഒരേ സ്ഥലത്ത് തന്നെ അഹമ്മദിയിലാണ്. അവിടെ ഞാൻ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്, ഞാൻ വർഷിപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അല്ലാത്ത സമയങ്ങളിലൊക്കെ പല സഭകളിലും പോയി ദൈവത്തെ ഞാൻ വർഷിപ്പ് ചെയ്യുന്നുണ്ട്. അവിടെ ദൈവത്തെ പാടി ആരാധിക്കുന്നുണ്ട്. എൻ്റെ ഈ ആരാധന എന്ന് പറയുന്നത് എൻ്റെ അനുഭവം, ജീവിതം.
അപ്പോൾ അത് വിട്ടൊരിക്കലും മാറിപ്പോകാൻ സാധിക്കത്തില്ല. അങ്ങനെ ദൈവം ഓരോ ദിനവും വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഞങ്ങളെ കുടുംബമായിട്ട് ഈ രാജ്യത്ത് നടത്തുന്നു. അതുപോലെ സാറ് പാട്ട് ചെറുപ്പത്തിലെ പാട്ട് പഠിക്കാൻ അങ്ങനെയുള്ള ഒരു അവസരം ലഭിച്ചിട്ടുണ്ട്? ഇല്ല, എനിക്ക് പാട്ട് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ അത് ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അത് നടക്കാതെ പോയി. പക്ഷേ എന്നാലും ഇപ്പം ഞാൻ ഈ നാട്ടിൽ എൻ്റെ പാഷനായിരുന്നു പാട്ട്. ഞാൻ പല പല കൺവെൻഷൻ സ്റ്റേജുകളിലും ദൈവത്തെ ആരാധിക്കുവാനും പാടുവാനും ഒക്കെ കടന്നു പോയിട്ടുണ്ട്. അതൊക്കെ വിട്ട് ഞാൻ ഈ രാജ്യത്തേക്ക് കടന്നു വന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലേക്കാട്ട് എനിക്ക് കൂടുതൽ ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും പ്രാർത്ഥിക്കുവാനും. അതെ അതെ, തീർച്ചയായിട്ടും നാട്ടിലൊരു പക്ഷേ നമ്മുടെ വീടിനോട് ചേർന്ന പ്രദേശത്തോട് ചേർന്നവരുമായിട്ടുണ്ട്. പക്ഷേ ഇവിടെ വരുമ്പോൾ നമ്മുടെ കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെയുള്ള പല അനുഭവങ്ങളുമായിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുവാനും. ഞാൻ പിന്നെ എല്ലാ ദിവസവും വെള്ളിയും ശനിയും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ദിവസവും ഞാൻ പാട്ട് പ്രാക്ടീസ് വീട്ടിൽ ചെയ്യാറുണ്ട്. അവിടെ ചെറിയൊരു സ്റ്റുഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രാക്ടീസ് ചെയ്ത് ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തും. അത് അങ്ങനെ ഞാൻ. സാറിൻ്റെ മക്കള് ഈ ടാലൻറ്റ്, സംഗീതപരമായ ടാലൻ്റാണോ? മൂത്ത മോന് കീബോർഡ് പഠിക്കുന്നുണ്ട്. ഇപ്പം പഠനത്തോടുള്ള ബന്ധത്തിൽ ഇച്ചിരി നിർത്തി 11th നിർത്തി വെച്ചിരിക്കുകയാണ്. ഇനി അത് ദൈവം കണ്ടിന്യൂ ചെയ്യണം. അത് കൊച്ചുമോൻ ചെറുതായിട്ട് പാടും. വൈഫ് നല്ലൊരു പാടും. നിങ്ങൾ ഒരുമിച്ച് വീട്ടിലൊരു സെറ്റപ്പ്? അതെ അതെ, വൈഫ് എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. ഞാനിങ്ങനെ ഒരു ദിവസം പാടുന്നില്ലെങ്കിൽ എന്നെ വിളിച്ച് പറയും, പെട്ടെന്ന് അതെല്ലാം ഓണാക്കി ഒരു പാട്ട് പാട്. അത് വളരെ സന്തോഷമാണ് എനിക്ക്. സന്തോഷം തന്നെയല്ല സാർ, ഒരു വലിയ സപ്പോർട്ടാണ്. അതെ അതെ, ഭയങ്കര അവരുടെ ഒരു സപ്പോർട്ടാണ്. നമുക്കൊക്കെ ഇപ്പോൾ നമ്മൾ വെളിയിലൊക്കെ പോവുകയാണെങ്കിൽ പോലും ദിവസം നമുക്കിങ്ങനെ പോകാനും, ഇപ്പോൾ സാർ ഇന്ന് ഈ പ്രോഗ്രാമിന് വന്നത് പോലും മാക്സിമം സപ്പോർട്ട് ചെയ്തുകൊണ്ട്. ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരാൻ നേരം എന്നോട് 2-3 പ്രാവശ്യം വിളിച്ചു, പെട്ടെന്ന് പോകണം, ഞാൻ സമയത്ത് പോകണം, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊക്കെ വിളിച്ചു. വൈഫ് എനിക്ക് ബിൻസു വരാൻ എനിക്ക് വളരെ സപ്പോർട്ടാണ്. അല്ല, അതിൻ്റെ ഒരു കൃപ നമ്മൾ അനുഭവിക്കുന്ന പ്രാർത്ഥനാപൂർവമായ സപ്പോർട്ട്. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും നമുക്ക് രണ്ടാമത്തെ ഒരു പാട്ടിലേക്ക് കടക്കാം. പ്രേക്ഷകർക്ക് കേൾക്കാൻ ഇഷ്ടമാണ്. ഏത് പാട്ടാണ് സാർ പാടുന്നത്? ഞാൻ ഇപ്പം ഏറ്റവും കൂടുതൽ ഞാൻ എവിടെ വർഷിപ്പിന് പോയാലും പാടുന്നൊരു പാട്ടാണ് ഒന്നുമില്ലായ്മയിൽ നിന്നും നിന്നെന്നെ ഉയർത്തിയ ഒരു ദൈവം. ആ ദൈവത്തെ പാടി ആരാധിക്കുന്ന എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷവും സമാധാനമാണ്. തലമുറ അതിൻ്റെ ഒരു ലിറിക്സ് എങ്ങനെയാണ്, തലമുറയായി നമ്മളെ കരുതുന്ന ഒരു ദൈവം. ആ ദൈവത്തെ നമ്മളിപ്പം ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ദൈവത്തിൻ്റെ കരുതൽ എത്ര പറഞ്ഞാലും മതിയാകത്തില്ല. ആ ദൈവം നമ്മളെ സ്നേഹിച്ചതുകൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ ആയിരിക്കുന്നത്. അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് വേണ്ടി നമുക്ക് സാറിൻ്റെ ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തിയ നിൻ സ്നേഹം ഓർക്കുമ്പോൾ നന്ദിയാൽ പാടും ഞാൻ. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ നിൻ സ്നേഹം ഓർക്കുമ്പോൾ നന്ദിയാൽ പാടും ഞാൻ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ, നീ എന്നെ ഞാനെന്തുള്ളൂ നാഥാ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗ്രഹമെന്തുള്ളൂ.
ആശ്വാസമായി നീ ഭാരത്തിൻ നാളതിൽ അത്താണിയായി നീ ആകുലവേളകളിൽ ആശ്വാസമായി നീ ഭാരത്തിൻ നാളതിൽ അത്താണിയായി നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളു നാഥ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗ്രഹമെന്തുള്ളു. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളു നാഥ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗ്രഹമെന്തുള്ളു. തലമുറ തലമുറയാ കരുതുന്ന ദൈവമേ, നിൻ സ്നേഹത്തിനാഴം ആർക്കു വർണ്ണിച്ചിടാം. തലമുറ തലമുറയാ കരുതുന്ന ദൈവമേ, നിൻ സ്നേഹത്തിനാഴം ആർക്കു വർണ്ണിച്ചിടാം. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളു നാഥ, നീ എന്നെ എൻ ഗ്രഹമെന്തുള്ളു. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളു നാഥ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗ്രഹമെന്തുള്ളു. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളു നാഥ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗ്രഹമെന്തുള്ളു. സാറേ, വളരെ അർത്ഥവത്തായിട്ടൊരു പാട്ടല്ലേ ഈ ഒരു സബ്ജക്റ്റിലുള്ള ഒത്തിരി പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒന്നുമില്ലായ്മയിൽ അത് ശരിക്കും അത് എത്ര വർഷം വന്നാലും നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവം തന്നെ അല്ലേ. ഒന്നുമില്ലാത്ത അവസ്ഥയും ആയിരിക്കും ഒരു പക്ഷേ സാറ് കുവൈറ്റിൻ്റെ പ്രദേശത്ത് കുവൈറ്റിൻ്റെ പ്രദേശത്തേക്ക് വന്നതിനെ പറ്റി സാറിന് ഒരു അനുഭവം പറയാനുണ്ടോ? ഒന്നുമില്ലായ്മയിൽ നിന്നും ഈ പാട്ടിൻ്റെ ആ ലിറിക്സ് പോലും തന്നെ ഒന്നുമില്ലായ്മയിൽ നിന്നും ഈ രാജ്യത്ത് കടന്നു വന്നു. പക്ഷേ ദൈവം ഇപ്പോൾ സ്ഥിതിക്കെല്ലാം ഭേദം വരുത്തി അനുഗ്രഹിക്കപ്പെട്ട രീതി തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായതുപോലെ ആ മൂലക്കല്ലായി തീർത്ത ദൈവം തന്നെ എല്ലാവരും തള്ളിക്കളഞ്ഞതാണ്. പറയാനാണെങ്കിൽ ഒരു പാരമ്പര്യവും ഇല്ല, കുടുംബപരമായിട്ട് ഒരു പാരമ്പര്യവും ഇല്ല. പക്ഷേ ദേശത്ത് ദൈവം മാനിച്ചു. ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നതും സ്തുതിക്കുന്നതൊക്കെ. ആ ദൈവം തലമുറയായി ഞങ്ങളെ കരുതുകൊണ്ടാണ്, ആ ദൈവത്തിൻ്റെ സ്നേഹമുള്ളതുകൊണ്ടാണ് ഈ ഫ്ലോറിലും വരുവാൻ ദൈവം ഇടയാക്കിയത്. തീർച്ചയായിട്ടും അങ്ങനെയാണ് സാറേ.
ഒന്നുമില്ലാതിരുന്നിടത്തും നമ്മുടെ മാതാപിതാക്കൾക്കൊരു വലിയ വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും പക്ഷെ നമ്മൾ ആലോചിച്ചിട്ടുണ്ട്, നമുക്ക് അതിൻ്റെ പകുതി വിശ്വാസമേ ഉള്ളെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? നമ്മുടെ മാതാപിതാക്കൾക്കുണ്ടായിരുന്ന ഒരു വിശ്വാസത്തിൻ്റെ ആ ഒരു പവിത്രത, ആ ഒരു ശക്തി നമ്മളിലും ഉണ്ടായി. എൻ്റെ ഒരു പ്രാർത്ഥന അതാണ്, എൻ്റെ മാതാപിതാക്കൾക്കുള്ള ഒരു വിശ്വാസത്തിൻ്റെ ഒരു ശക്തി അത് തന്നെ എനിക്കും തരണേ. ഒരു പക്ഷേ അവരുടെ വിശ്വാസത്തിൻ്റെ ശക്തിയാണ് നമ്മൾ ഉയർത്തപ്പെട്ടത്. തീർച്ചയായിട്ടും. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളും ഉയർത്തപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു അവരിലുണ്ടായ ഒരു വിശ്വാസം ഉണ്ടാകണം. തീർച്ചയായിട്ടും സാറിനെ ദൈവം അനുഗ്രഹിക്കട്ടെ കൂടുതലായിട്ട്. സാറ് ഇപ്പോൾ പറഞ്ഞല്ലോ, സാറിന് ഒരു ചെറിയ മ്യൂസിക് സിസ്റ്റം സംവിധാനമൊക്കെ, അങ്ങനെ സാറിന് എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് മനസ്സിലുണ്ടോ? ഇനി എന്തെങ്കിലും ചെയ്യണം, ഈ രംഗത്ത് എന്തെങ്കിലും ചെയ്യണം? എനിക്ക് ഒരു ആൽബം ഇനിയും ചെയ്യണം. ഞാനിപ്പം ഓൾറെഡി 3 ആൽബം ചെയ്തു. അതെൻ്റെ വൈഫ് എഴുതിയ പാട്ട് തന്നെയാണ്. ഒന്ന് വൈഫ് എഴുതി, ഒന്ന് ഞാൻ എഴുതി. ഇനി അടുത്ത ഒരു പാട്ടിൻ്റെ പണിപ്പുരയിലാണ്. അത് ചെയ്യണമെന്ന് വളരെ ആഗ്രഹമാണ്. അതല്ല, വരികളും സംഗീതം അത് ഞാൻ വരികൾ എഴുതിയിട്ട് ദൈവം എനിക്ക് വേറെ ആൾക്ക് കൊടുത്ത് സംഗീതം ചെയ്യിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 2 ആൽബങ്ങളിലും കഴിഞ്ഞ 2 ആൽബവും ഞാൻ തന്നെയാണ് ചെയ്തത്. സംഗീതം ഞാൻ തന്നെയാണ് ചെയ്തത്. വേറെ അവസരം കൊടുക്കണമെന്നൊരാഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും അത് സാധിക്കട്ടെ. നമ്മളെയും കൊണ്ട് ഈ ഒരു കുഞ്ഞായുസ, തീർച്ചയായിട്ടും നമ്മളെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചു, അല്ലേ? പ്രത്യേകിച്ച് കൊറോണ ഒക്കെ വന്നപ്പോൾ നമ്മളെ പഠിപ്പിച്ച് നമ്മുടെ ആയുസിൻ്റെ വലിപ്പം ഇത്രയേ ഉള്ളൂ, വെള്ളത്തിലേക്കുമുള്ള പോലെയേ ഉള്ളൂ, വലിയ വലിയ സാധനങ്ങളൊന്നും വേണ്ട, സോപ്പിട്ട് കൈ കഴുകിയാൽ പോകുന്ന ഒരു വൈറസ്, നമ്മളെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചു, അല്ലേ? അപ്പോൾ ഈ കുഞ്ഞായുസ് കൊണ്ട് ചെയ്തു തീർക്കാവുന്ന പരമാവധി താലന്തുകളിൽ വിശ്വസ്തനായിരിക്കും, അല്ലേ? അല്പത്തിൽ വിശ്വസ്തനായിരുന്ന തീർച്ചയായിട്ടും സാറിനെ ദൈവം അദ്ദേഹത്തിൻ്റെ വിചാരകനാക്കും എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. സാറിൻ്റെ ഈ പ്രോജക്റ്റുകൾ നന്നായി വരട്ടെ. ഒരുപക്ഷെ ഈ കുവൈറ്റിൻ്റെ പ്രദേശത്തുനിന്ന് തന്നെയല്ല, ലോകമെമ്പാടും ഈ ഒരു എപ്പിസോഡിലൂടെ സാറിനെ ഒത്തിരി പേര് അറിയട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ദേശവും അത് തന്നെയാണ്. സാറിനെ പോലുള്ളൊരു കലാകാരനെ ഇത് നന്നായിട്ട് പാടുന്ന, പാട്ട് എഴുതുന്ന, സംഗീതപരമായ പാരമ്പര്യമുള്ള ഒരാളെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞത് തന്നെ ഞങ്ങൾക്കും വളരെ സന്തോഷമുണ്ട്. ഈ ഒരു പ്രോഗ്രാമിൽ ഞങ്ങളോടൊപ്പം ഈ തിരക്കിനിടയിലും പങ്കെടുത്ത സാറിനോട് ഹാർവസ്റ്റ് ടിവിയുടെ എല്ലാവിധ നന്ദി അറിയിക്കുകയും സാറിൻ്റെ മുന്നോട്ടുള്ള പ്രൊജക്റ്റുകളിലൊക്കെ ദൈവത്തിൻ്റെ വലിയ കരുണയുണ്ടാവട്ടെ. സാറ് പറഞ്ഞതുപോലെ തന്നെ ഒന്നുമില്ലായ്മയിൽ നിന്നും നമുക്ക് പുകഴുവാനൊന്നുമില്ല, അവകാശപ്പെടുവാനൊന്നുമില്ലെങ്കിൽ പോലും അതിൻ്റെയൊക്കെ മേലെ ഉടയതമ്പുരാൻ്റെ ഒരു കൈ, അല്ലേ, കയ്യൊപ്പ് കൂടെ ഉണ്ടെന്ന് നമുക്ക് തീർച്ചയായും പറയാൻ കഴിയും. അങ്ങനെ ഒരു വിശ്വാസത്തിൽ വളർന്ന് ഒരു അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞങ്ങൾ ഹാർവസ്റ്റ് ടിവിയുടെ പേരിൽ ആശംസിക്കുകയും ചെയ്യുന്നു. നന്ദി. താങ്ക് യു. ഇങ്ങനെ എനിക്കൊരു അവസരം തന്ന ഹാർവസ്റ്റ് ടി വിയിലെ എല്ലാ അണിയറ പ്രവർത്തകരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രോഗ്രാം മുഖാന്തരം അനേകരെ ലോകം അറിയുവാൻ ദൈവം ഇടയാക്കട്ടെ. എന്നെ ഇതിലേക്ക് ക്ഷണിച്ച, ഞാൻ ഇതിലേക്ക് വരാനുണ്ടായ ഒരു കാരണം, ഞാൻ ജോലി കഴിഞ്ഞ് ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്നപ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് എനിക്ക് എൻ്റെ ഒരു സഹോദരന് തുല്യമായ ബ്രദർ സുനു, ഞങ്ങൾ സുനിച്ചാൻ എന്ന് വിളിക്കുന്ന ഒരച്ഛൻ എനിക്കിത് അയച്ചു തന്നിട്ട് പറഞ്ഞു, മോനെ എൻ്റെ ഒരു ആഗ്രഹമാണ്, മോൻ ഇതിന് പോകണം, ഞാൻ എല്ലാ സപ്പോർട്ടും മോന് ചെയ്യും, മോൻ ഇതിന് പോകണമെന്നുള്ളത്, മോനെ ലോകം അറിയണം എന്ന് പറയുവാനിടയായി. അങ്ങനെയാണ് ഞാൻ ഈ പ്രോഗ്രാമിൽ കടന്നു വന്നത്. ദൈവം പ്രിയ സുനിച്ചാനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ. അനുഗ്രഹപ്രദമായ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. പ്രിയപ്പെട്ട ലിജു ബ്രദറിൻ്റെ അനുഭവങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചു. ഇതുപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ താല്പര്യങ്ങൾ, നിങ്ങളുടെ സംഗീതപരമായ അല്ലെ കലാപരമായ കഴിവുകളെ പ്രകടിപ്പിക്കുവാനും നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കാനുള്ള അവസരമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളിതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യണം. താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ പങ്കെടുക്കണം. ഇതോടുകൂടി ഇന്നത്തെ ഒരു എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും ഒരു കലാകാരൻ്റെ അല്ലെങ്കിൽ ഒരു കലാകാരിയുടെ ആഗ്രഹങ്ങളും അനുഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.